Rashas vibes-ന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഡെയിലി വ്ലോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോടായിട്ട് പറയുകയാണ്, ഞങ്ങളിപ്പോൾ ഖത്തറിലാണുള്ളത്. ഖത്തറിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ച മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മക്കളൊക്കെ ഇതാ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിമോള്. കുഞ്ഞൂസ് ഇതാ അവിടെ ജെല്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇക്ക ചൂരമീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇതിനെ കുടുതാന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് പൊരിക്കാനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ഈ ഒരു ചൂരമീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളി മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, കുറച്ച് വിനാഗിരി, പിന്നെ വേണ്ടത് കുറച്ച് പെരിഞ്ചീരകം കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊരു മസാല പോലെ ആക്കിയെടുക്കുകയാണ്. ഇനി മീൻ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. കുറച്ച് ടൈം ഒന്ന് പിടിക്കാനായിട്ട് വെക്കണം കേട്ടോ. മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ സാമ്പാറിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇതാ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ വറുത്തിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറുത്ത് വെച്ചിട്ട് അത് ചെറിയ ചെറിയ കവറിലാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതുവരെ അത് കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട്. കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനിതാ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ അരി ഇട്ടതിന് ശേഷമാണ് കറികൾക്കുള്ള പരിപാടികളൊക്കെ നോക്കിയത്. അപ്പോൾ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയാവും. അപ്പോൾ ചോറ് ഇതാ ഒരു അരിപ്പയിലേക്ക് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. ഈ അരിപ്പൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. കുക്കറൊക്കെ പിന്നെ ഇവിടെ വന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ കുക്കറിലേക്ക് ഇതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ തേങ്ങ, അത് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കുക്കറിൽ. ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ബീട്രൂട്ടൊക്കെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചില്ലി ഫ്ലേക്സും കുറച്ച് സബോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉള്ളി നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നു പോയതാണ്. തേങ്ങ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ പാനിൽ തന്നെ ഇതാ ഞാൻ സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതാ കുക്കറിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, കാരണം കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കിയാവും. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയ കഷ്ണം പുളിങ്ങ അതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെണ്ടയ്ക്കും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു വലിയ സ്പൂൺ തന്നെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ തേങ്ങയിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാമ്പാർ പൊടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം വീണ്ടും കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കാരണം വെണ്ടയ്ക്ക വെന്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു വിസിൽ വരെ വെന്ത് കിട്ടിയാൽ മതി. കുറച്ച് വെള്ളം കൂടിയും തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ അധികം വെള്ളം ആക്കണില്ല കേട്ടോ. വെള്ളം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സാമ്പാറിൻ്റെയും ഉപ്പേരിയുടെയും പരിപാടി കഴിഞ്ഞു. ഇനി ഇതാ മീൻ വറുക്കാൻ പോവാണ്. പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മീനും ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതും പാത്രത്തിലാക്കി വെക്കുകയാണ്. അപ്പോൾ ഇക്ക വരാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇക്കാനെ കുറേ നേരമായിട്ടോ കുഞ്ഞൂസും ഉണ്ണിമോളും വെയിറ്റ് ചെയ്ത് നിൽക്കണു. അപ്പോൾ ഇതാ ഇക്ക വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചോറും സാമ്പാറും അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേരിയും കുടുത വറുത്തതും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഇക്ക വരുമ്പോൾ ദാ ഈ ഒരു മാംഗോ ജ്യൂസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇക്ക പോവാറുള്ളൂ. അപ്പോൾ ഇക്ക പോയതിന് ശേഷം ആ മക്കൾ പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ പോപ്കോൺ ഉണ്ടാക്കുന്ന സംഭവമൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ പോപ്കോണിൻ്റെ ഉണ്ടാക്കുന്ന ആ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 3 പാക്കറ്റാണുള്ളത്. അപ്പോൾ 2 പാക്കറ്റ് ഓൾറെഡി ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് ബട്ടർ ഫ്ലേവറിലുള്ള പോപ്കോണാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പാക്കിങ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും മൈക്രോവേവിൽ വെച്ചിട്ട് ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ നമുക്കിപ്പോൾ കേക്കും ഇതൊക്കെ നമ്മൾ സാധാ ഇതിലുണ്ടാക്കുന്ന പോലെ ഒരു വലിയ പാനിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ടല്ലോ അത് മാറ്റണം. അത് മാറ്റിയിട്ട് ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടി തുടങ്ങും. നല്ല ഈസിയാണ് കേട്ടോ. ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കവർ പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാക്കറ്റൊക്കെ കിട്ടുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഉണ്ടാക്കി നോക്കാൻ. അപ്പോൾ ഇത് മൈക്രോവേവ് എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്കിതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് പൊട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ആ കവറിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കേട്ടോ. ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ പാക്കറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടണില്ലെങ്കിൽ സാധാ നമ്മൾ ചോളം ഉണ്ടല്ലോ, കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഉണക്കിയ ചോളം, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വെച്ചാൽ മതി. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോപ്കോണൊക്കെ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വായിച്ചാൽ ഞാനൊരു കാര്യം ചേട്ടൻ അയ്യോ ഇതല്ലായിരുന്നു കാണിക്കേ. മോളെ ഇരിപ്പിക്കാൻ പോകട്ടെ ഗീസേ. ഉണ്ണിമോളെ മോതായിട്ടിരിക്കാൻ നോക്കിക്കോ.
അപ്പോൾ ഈ ഒരു സംഭവം ഇക്ക കഴിഞ്ഞ ദിവസം ലുലുവിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ക്രീം കാരമൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു പുഡിങ് ഉണ്ടാക്കുന്ന ഒരു പാക്കറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഇതിൽ കസ്റ്റാർഡ് പൗഡർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ സാധാ പുഡിങ് ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലോറൊക്കെ ഇടില്ലേ, അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് അതുപോലെ തന്നെ കാരമലും എല്ലാം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാലും മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാലൊന്ന് തിളച്ച് വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു പൊടി ചേർക്കേണ്ടത്. പക്ഷെ ഞാനിപ്പോൾ തന്നെ ആഡ് ചെയ്തു, ഞാനത് ശ്രദ്ധിച്ചില്ല. ബോയിലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 2 പാത്രത്തിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു കാരമലിൻ്റെ ഒരു പാക്കറ്റും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഈ ഒരു ഇതിൻ്റെ ബേസിൽ ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കണത് അതിൻ്റെ ബേസിൽ ഇതൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാലൊക്കെ ഇതാ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിളച്ചതിന് ശേഷം ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. പാല് തിളച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുക്കായി വന്നതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ചൂടിൽ തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കരുത്. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പുറത്ത് തന്നെ വെക്കുക ചെയ്തത് കേട്ടോ. നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ അത് സെറ്റ് ചെയ്യാൻ വെച്ച ശേഷം ഞാനിതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ പോവാണ്. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിങ് ഇതാ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാക്കറ്റ് കിട്ടുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും ഈ ഒരു കാരമൽ പുഡിങ്ങിൻ്റെ ഇത്. അപ്പോൾ ആ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.